ഹലോ അസ്സാം വലൈക്കും. അങ്ങനെ അതാ അജ്മീരിൽ നിന്ന് ദർഗയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത്ര ഒരു വൃത്തിയില്ലാത്ത സ്ഥലം കാണുന്നുണ്ടോ? റോഡൊക്കെ എന്താണെന്നാ പറയുക, അഴുക്കും ചളിയും ചപ്പിളിയും. എന്താ പറയുക, അവിടെയും ഇവിടെയും ഭക്ഷണം വേസ്റ്റിട്ട് ഈച്ച ഇങ്ങോട്ട് പൊത്തിയിട്ടും ഇടക്കിടക്ക് നായ്ക്കൾ പിന്നാലെ കൂടലും. എൻ്റെ അമ്മ ഒന്നും പറയണ്ട, അത്രയും വൃത്തി മലിനഹീനകരമാണ് ഇവിടുത്തെ ഒരു കാലാവസ്ഥയല്ല, ഒരവസ്ഥ, റോഡിൻ്റെയൊക്കെ ഒരു അവസ്ഥ. അങ്ങനെ അതാ ഞങ്ങൾ ഓരോ ഹോട്ടൽ കയറിയിട്ടോ. എന്താ വെച്ചാൽ റൂം എടുക്കണ്ടേ. അവിടെ ഇഷ്ടമായില്ല. ഞാൻ അവിടുത്തെ പുറത്തുള്ള ഈ സംഭവങ്ങളൊക്കെ വേഗം വീഡിയോ പകർത്തി, പക്ഷേ ഉഷിന് അവിടെ ഇഷ്ടമായില്ല. അങ്ങനെ ഞങ്ങളിതാ പിന്നെ അടുത്ത ഹോട്ടലിലേക്ക് പോയിട്ടോ റൂം എടുക്കാൻ. അപ്പോൾ എൻ്റെ ഉഷാണ് റൂമൊക്കെ നോക്കാൻ പോകല്. അങ്ങനെ അവിടെ ഇഷ്ടമായില്ല. അവിടെ നിന്നും ഞങ്ങൾ ഇറങ്ങിട്ടോ. പിന്നെ വേറൊരു റൂമിൽ പോയി. ഇപ്പം ഇയാൾ ഞങ്ങളെ വിളിച്ചു കൊണ്ടുവന്ന കേട്ടോ, കറുപ്പ് ഷർട്ട്. ഇതാണ് ഇതിൻ്റെ ഓണർ തോന്നുന്നു. അവിടെയും ഞങ്ങൾക്ക് ഇഷ്ടമായില്ല. അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി. പിന്നെ എവിടെ ഇഷ്ടമായത് ചോദിക്ക്, വേറൊരു ഹോട്ടലിലേക്ക് വന്നു. ഒരു 3-4 ഹോട്ടലിൽ കയറി ഇറങ്ങി അവസാനം ഇവിടെ ഫിക്സ്ഡായി. പക്ഷേ ഇവിടെ ഇഷ്ടമായി, റൂം ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇതാണ് റൂം കേട്ടോ. ഭംഗിയിലേ കാണാൻ, ചെറുതാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്. അതാണ് ആദ്യം നോക്കിയുള്ളത്. അങ്ങനെ ഞങ്ങൾ ഈ റൂമൊക്കെ എടുത്ത് ഒന്ന് ഫ്രഷായി കഴിഞ്ഞിട്ട് വേണം ദർഗയ്ക്ക് പോകാനെന്ന് പറഞ്ഞു. ഞങ്ങളൊന്ന് ഫ്രഷായി ആദ്യം ഫുഡ് കഴിക്കുമായിരുന്നു. ഇതൊക്കെ കഴുതികൾ പോണത്. അങ്ങനെ ഇവിടെ ഉണ്ടോ പോണത് കണ്ടില്ലേ, കഴുതികളാണിടോ. അങ്ങനെ എന്താ പറയുക, ഇയാളെ ഹോട്ടലിൽ പോയി. അത് ഇവിടെ എനിക്ക് എന്തോ അത് ഇഷ്ടപ്പെടുന്നേ ഇല്ല ഒന്നും. ചപ്പാത്തിയും എന്താ പറയുക പരിപ്പ് കറിയും അച്ചാറും വലിയ ഉള്ളിയും ഇത് കണ്ടവർ തന്നത് ഇങ്ങനെ തന്നെ. എൻ്റെ വിഷയം എന്താ പറഞ്ഞോ, ബ്രെഡ് ഓംലെറ്റ്. അതും വലിയ ടേസ്റ്റൊന്നും തോന്നില്ല തിന്നണ കാണുമ്പോൾ. പിന്നെ ഞാൻ പച്ചമുളക് കൂട്ടിയാൽ പിന്നെയും ഞാൻ കഴിക്കും. പക്ഷെ പാവം എന്താ ചെയ്യുക. അങ്ങനെ അവിടെ നിന്ന് പിന്നെ എന്താ പറയുക ബില്ലൊക്കെ കൊടുത്തിട്ട് ഇനി നേരെ ദർഗയ്ക്കാണ് പോണത് കേട്ടോ. അപ്പോൾ ഓക്കെ, പിന്നെ കാണാം.